ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിവിടെ തക്കാളി വെച്ചിട്ടുള്ള രസമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ സദ്യയിലെ പ്രധാനപ്പെട്ട കറിയായിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി 1.5 ടീസ്പൂണ് ക്യൂമിൻ സീഡും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇത് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ, പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ടൊന്ന് പൊട്ടി വന്ന ശേഷം 2 നുള്ള് ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചതച്ച വെളുത്തുള്ളി കൂടെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് അത് വാടി വന്നു കഴിഞ്ഞാൽ 3 വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ തക്കാളിയും കൂടെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി അധികം വാടി വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണ് കായം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 കപ്പോളം പുളിവെള്ളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളകും ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിനി ഇത് അധികം നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വന്നാൽ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനേലും ലൂസ് വേണമെന്നുള്ളവർക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പല രീതിയിലുള്ള രസത്തിൻ്റെ റെസിപ്പീസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളെപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്